ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് 10 മിനിറ്റ് നേരം വെച്ച ശേഷം അത് ചെറിയ ഉരുളകളാക്കി മാവെടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ച് തിരിച്ചെടുക്കാം. ഈ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഇത് നേപ്പാളി ഫുഡിൻ്റെ വേറൊരു രൂപമാണ്. അവരിങ്ങനെ തിരിച്ചെടുത്തത് കൊണ്ട് ഞാനും ഒന്ന് തിരിച്ചെടുത്തു. പക്ഷേ ബാക്കിയുള്ള കൂട്ടെല്ലാം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയതാണ്. അവരുടെ സ്വാദായിരിക്കില്ലല്ലോ നമ്മുടെ സ്വാദ്, അതുകൊണ്ട് നമ്മുടെ സ്വാദിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ എല്ലാതും തിരിച്ചെടുത്ത് മാറ്റിവെക്കാം. എല്ലാം ഇങ്ങനെ കയ്യിൽ വെച്ച് തിരിച്ചെടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഉള്ളംകൈയിൽ വെച്ച് സാവകാശം തിരിച്ചെടുത്താൽ മതി. അപ്പോൾ വേഗം ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഷേപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊള്ളൂ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് വെള്ളത്തിലേക്ക് കട്ട പിടിക്കാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കുന്നത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് വേവുന്നതനുസരിച്ച് പൊങ്ങി വരും. ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഇത് വെന്തോ എന്ന് പൊട്ടിച്ച് നോക്കി വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം. ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്താൽ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അത് പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി അത് മാറ്റി വെച്ച ശേഷം നമുക്ക് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പകുതി സവാള മുറിച്ചതിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 3-4 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച കൂട്ടിട്ട് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയ ശേഷം കുറച്ച് ക്യാബേജ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം നീളത്തിലാണ് മുറിച്ചെടുത്തത്. നിങ്ങൾക്ക് ഇനി നീളത്തിൽ വേണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കാം. ഇനി ഇതിലേക്ക് 2 നുള്ളി മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് ചിക്കനിൻ്റെ ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ കുഴപ്പമില്ല. ചിക്കനിൻ്റെ ക്യൂബ്സ് ഇടുന്നതെങ്കിൽ ഉപ്പ് അവസാനം ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഉപ്പ് ആദ്യമേ ഇടാം. ഇതിൽ കുറേ ഉപ്പുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും എടുക്കാം. അതുപോലെ ചിക്കൻ വേണമെങ്കിൽ അതും എടുക്കാം. ഇനി അതൊന്ന് നല്ലതുപോലെ ഇളക്കി ചേർത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗോതമ്പിൻ്റെ പൊടി കൊണ്ട് ഉണ്ടാക്കിയത് ഇട്ട് കൊടുക്കാം. ഗോതമ്പിൻ്റെ പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതും വെജിറ്റബിളും ആയതുകൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ്.
ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. അത് ഈ മസാലകളെല്ലാം ഇതിലേക്ക് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടിയിട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് രാവിലെയോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കുകയും ചെയ്യാം. അവർ വളരെയധികം ഇഷ്ടപ്പെടും. ചീസിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ ഇട്ടതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.